ഹായ് സർ. സർ, നമ്മുടെ ഈ ഒരു DBS പ്രൊസീജിയർ കഴിഞ്ഞ പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഏതൊക്കെ രീതിയിലായിരിക്കും ഇമ്പ്രൂവ് ചെയ്യുക? അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ, അവരുടെ ജോലിയിൽ, അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? ഈ DBS ചികിത്സ ചെയ്ത രോഗികളെ രണ്ട് കൂട്ടരാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. ഒന്ന്, നമ്മൾ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് റിട്ടയർമെൻറ്റ് ലൈഫ് വീട്ടിൽ ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ആക്റ്റീവായിട്ട് ജോലിക്ക് പോകുന്ന ഒരു കൂട്ടം യങ് ആൾക്കാരുണ്ട്. ഇവരെ രണ്ടുപേരെയും DBS കൊണ്ട് കിട്ടുന്ന പ്രയോജനങ്ങൾ വ്യത്യാസമായിരിക്കും. ഒരു പ്രായമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സോഷ്യൽ ലൈഫാണ് അവർക്ക് ഏറ്റവും പ്രധാനം. അവരുടെ ഡിഗ്നിറ്റി ഓഫ് ലൈഫ്, സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ രാത്രി ഉറക്കത്തിൽ തിരിഞ്ഞ് കിടക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളുണ്ട്. അവരുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് അവരുടെ അടുത്ത് തിരിഞ്ഞ് കിടക്കാൻ ഹെൽപ്പ് ചെയ്യുക. ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് പാർട്ട്നേഴ്സിൻ്റെയോ അല്ലെങ്കിൽ മക്കളുടെയോ സഹായം തേടുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് അവരുടെ ഇൻഡിപെൻഡൻസ് തിരിച്ചു കൊടുക്കുക, ഇതെല്ലാം അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. യങ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഏർണിംഗ് ഏജാണ്. അതായത് ഒരു ജോലിക്ക് പോയി അവർ ജോലി സമ്പാദിച്ച് വീടും കുടുംബവും കുട്ടികളെ നോക്കുന്ന ഒരു സ്റ്റേജാണ്. ആ ഒരു സ്റ്റേജിലെ രോഗി ശരിക്കും ആഗ്രഹിക്കുന്നത് അവർക്ക് സോഷ്യലി തിരിച്ചു പോവുക, ജോലിക്ക് തിരിച്ച് പ്രവേശിക്കുക, വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും പേരൻസിൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും DBS ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു രോഗിക്ക് ഈ ഒരു ഇൻഡിപെൻഡൻസ് കൊടുക്കാൻ പറ്റും. ശരിക്കും ആ ഒരു ഇൻഡിപെൻഡൻസ് കൊടുക്കുക എന്നുള്ളത് ശരിക്കും ആ ഒരു ഇൻഡിപെൻഡൻസ് രോഗിക്ക് കൊടുക്കുക എന്ന ഒരു കാര്യം തന്നെ ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജാണ്. പലപ്പോഴും ഈ രോഗികൾ, യങ് ആൾക്കാർ DBS സർജറിക്ക് ശേഷം അവർ ജോലിയിൽ പ്രവേശിക്കുകയും അവർ നോർമൽ ലൈഫ് കുറേ നാളത്തേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ പൊതുവേ കണ്ടിട്ടുണ്ട്. DBS ചെയ്തത് കൊണ്ട് യാത്ര ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ വയർ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ കായികമായ ആക്ടിവിറ്റീസ് നമ്മൾ കോണ്ടാക്ട് സ്പോർട്സ് യൂഷ്വലി അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. അതല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിനോ ഡ്രൈവ് ചെയ്യുന്നതിനോ മറ്റ് കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും നമ്മൾ യൂഷ്വലി കാണാറില്ല. നമ്മൾ റെസ്ട്രിക്ഷൻസും പറയാറില്ല അങ്ങനെ. താങ്ക് യു സർ.